ടീച്ചർ ഇത് നോക്കൂ. ഇതാ ഞാൻ പറഞ്ഞത്. അനിത ടീച്ചർ, പ്രിൻസിപ്പൽ വിളിക്കുന്നു. പോയിട്ട് വരൂ. എന്താ സർ? പേടിക്കാനൊന്നുമില്ല. SMC ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഒരു ചെറിയ അറ്റാക്ക്, അത്രയും. അതിനെന്താ, പോണെങ്കിൽ പറ്റുള്ളൂ. ഒന്ന് ഫോൺ ചെയ്യട്ടെ. ബാലഗോപാൽ ഹിയർ. വിഷമിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. ഏത് ഹോസ്പിറ്റലാ? ശരി, ഞാനിപ്പോ തന്നെ വരാം. ആ, സർ, കാഷ്വാലിറ്റി ഇതാണ്. താങ്ക്സ്. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ലെന്നൊക്കെയാ പറയുന്നത്. അല്ല, അന്ന് വാൾപേപ്പർ എന്ന കുട്ടിയല്ലേ? അതെ, ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ. ഇപ്പൊ നിർത്തി. എന്റെ ചേച്ചിയുടെ കുട്ടികള് അനിതയുടെ അല്ല ടീച്ചറിന്റെ സ്കൂളിലാ പഠിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഒരു സഹായത്തിന് ഞങ്ങൾക്ക് ആരുമില്ല കുട്ടി. ഞാനുണ്ടമ്മേ, എല്ലാത്തിനും ഞാനുണ്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് വന്നേ. എന്താ സംഭവിച്ചത് ഇങ്ങനെ പെട്ടെന്ന്? കോടതി വരാന്തയിൽ ബോധം കെട്ട് വീഴാണത്ര ഉണ്ടായത്. അനിതയുടെ അച്ഛൻ അഡ്വക്കേറ്റ് ആണോ? അല്ല, കോടതിയിൽ വേറെ വല്ല ജോലി? ഒന്നുമില്ല. 5-6 വർഷമായിട്ട് അച്ഛൻ കോടതിയിൽ തന്നെയാ. അവസാനിക്കാത്ത കേസുകൾ കാരണം എല്ലാം നശിച്ചു. എന്ത് കേസ്? അല്ല, വിഷമാണെങ്കിൽ പറയണ്ട. ഞാൻ അന്യനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീരെ പറയണ്ട. അതുകൊണ്ടല്ല, അതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയ വിഷമമാണ്. എന്ത് വിഷമവും മറ്റുള്ളവരോട് പറഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടും. അച്ഛൻ ഒരു PWD കോൺട്രാക്ടർ ആയിരുന്നു. കഷ്ടകാലത്തിനാണ് ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങിയത്. ശിവരാമൻ നായർ എന്നൊരാളാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത്. അച്ഛന്റെ ആത്മസുഹൃത്ത്. അയാൾ ചതിച്ചതാ. 8 ലക്ഷം രൂപയോളം അയാൾ കൊണ്ടുപോയെന്നാണ് അച്ഛൻ പറയുന്നത്. അന്ന് തുടങ്ങിയതാ കേസും കോടതിയൊക്കെ. 3 ലോറിയും 1 കാറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വിറ്റു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും പണയത്തില്ല. ഇന്ന് കോടതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. വിധി കേട്ടതും അച്ഛൻ തളർന്നു വീണു. അമ്മയ്ക്ക് ഒന്നിനെ പറ്റി ഒരു ചിന്തയില്ല. നോവൽ വായിക്കണം, സിനിമ കാണണം, അതൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ എന്റെ ശമ്പളം കൊണ്ട് വേണം വീട് പുലരാൻ. അല്ല, അപ്പോ നമ്മളൊക്കെ ഒരേ തുണിയിൽ സഞ്ചരിക്കുന്നവരാ. മോളെ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങത്രേ. ഞാൻ വാങ്ങിച്ചോണ്ടിരാ. അല്ല, ഞാൻ പോവാം. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അമ്മേ, കാശ്. കാശ് തന്നെ കൊച്ചാക്കാൻ നോക്ക. ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. മരുന്ന് മാത്രം മതിയോ? അമ്മയ്ക്ക് വല്ലതും വേണോ? വേണ്ട. ഞാനിപ്പോരെ. നീയായിരുന്നോ? നിന്നെ ഓഫീസിൽ അന്വേഷിച്ചപ്പോ നീ ലോഡ്ജിൽ പോയെന്ന് പറഞ്ഞ അവിടെ വന്ന് അന്വേഷിച്ചപ്പോ നീ എവിടെ? ഇവിടെ. പിന്നെ അന്ന് നിന്നെ കണ്ടപ്പോ നീ ഓടി കളഞ്ഞില്ലേ? ആരോടി? അല്ല, അതൊക്കെ പോട്ടെ. ആ കണ്ടീഷനിൽ ആരാലും ഓടിപ്പോവും. ആരെപ്പോ എവിടെ ചോടി? ആരാ കക്ഷി? കക്ഷിയാ? എന്താ കക്ഷി? ഞാൻ പോന്നെ. ആർക്കാ മരുന്ന്? മരുന്ന് നമ്മുടെ ഓഫീസിൽ ജോലിയുള്ള ആളുടെ. പിന്നെ 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 മദറിന്റെ 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 നിനക്ക് അറിഞ്ഞൂടാ? എന്റെ അടുത്ത് പറയണേ. എന്നാ ഞാൻ പിടിച്ചോളാടാ മരുന്ന്. അമ്മേ,
ഇവിടെ ഫ്ലാസ്ക് ഇല്ലേ? ഇല്ല. ആ അത് കൊള്ളാം. നിങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നി എന്ത് ചെയ്യും? ഞാനൊരു ഫ്ലാസ്ക് വാങ്ങിച്ചോട്ടെ. വേറെ എന്തെങ്കിലും വേണം? ചലച്ചിത്രം. ആ ദേ, ഏ? ഒന്ന് നിൽക്കൂ. എന്താ? ഇത് വാങ്ങൂ. അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ അനിത എന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളായിട്ട് കരുതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതെന്നോട് കാണിച്ചാലേ എനിക്ക് വിഷമം തോന്നും. എന്റെ കാശുണ്ടല്ലോ, സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ വാങ്ങിയിട്ടാ വന്നത്. അതവിടെ ഇരിക്കട്ടെ. എന്റെ കയ്യിലുള്ള തിരുമ പറയാം. അനിതയ്ക്കറിയാം, എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കാലം കുറേയായി. ഇപ്പോ അവരൊക്കെ തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു. അനിതയുടെ അച്ഛനെ അമ്മയും കാണുമ്പോ അധികം ആഗ്രഹിക്കാനില്ലാതെ ജീവിക്കായിരുന്നു ഞാൻ. ഇപ്പോ ഈ സന്ദർഭത്തില് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അമ്മേ, ആ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ ബാലന്റെ കാര്യം. എന്താ അമ്മേ? അനിതയുടെ അച്ഛൻ പറയായിരുന്നു, ബാലനെ പോലെ ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന്. അച്ഛൻ എഴുന്നേറ്റ് പുറത്തൊന്നും വന്നില്ലേ? ഇപ്പൊ ചെന്ന് കിടന്നതേ ഉള്ളൂ. വാ. വേണ്ട 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 വേണ്ട. അച്ഛൻ കിടന്നോളൂ. ഞാൻ വെറുതെ കിടന്നേ ഉള്ളൂ. അച്ഛനിപ്പോ വേദന തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്ന് വെച്ച് അധികം സംസാരിക്കുകയും നടക്കുകയും ഒന്നും വേണ്ട. പരിപൂർണ്ണ വിശ്രമം എടുക്കണം. ആ ഞാനിന്ന് ഡോക്ടറെ കണ്ടിരുന്നു. ഒരു ടോണിക്കിന് എഴുതി തന്നിട്ടുണ്ട്. ഇത് രക്തശുദ്ധിക്ക് നല്ല അത്രേ. നീ ഇങ്ങനെ ഒരുപാട് കാശ് കളയുന്നുണ്ടല്ലോ ബാല. ഇതൊക്കെ വലിയ കാര്യമാണോ അമ്മേ? ആപ്പിളാണ്. ആദായത്തിൽ കിട്ടിയപ്പോ 2 കിലോ വാങ്ങിച്ചു. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അച്ഛന് ദിവസം ഓരോന്ന് കൊടുക്കണം. ശ്ശോ, എന്തൊരു കുട്ടിയായത്. എല്ലാം കൂടി ഒത്തിരി രൂപയായി കാണുമല്ലോ. രൂപ പിന്നെ എന്തിനാ അമ്മേ? ചെലവാക്കാനുള്ളതല്ലേ. അമ്മയ്ക്കറിയോ? പിന്നെ DA TA പിന്നെ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മാസം ഒരു 1500 രൂപയോളം എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതിന് മാത്രം എനിക്കിപ്പോ എന്താ ചെലവ്? അടുത്ത മാസം പ്രൊമോഷൻ. അപ്പൊ പിന്നെ 2000 കവിയും. കുറേശ്ശെ മിച്ചം വെക്കാൻ നോക്കണം മോനെ. ഒരു ഭാര്യയും കുടുംബമൊക്കെ ആവുമ്പോ ചെലവ് കൂടും. എന്നെ നന്നായി അറിയാവുന്ന ഒരു കുട്ടിയെ ഭാര്യയായി കിട്ടിയ അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നീ ഇതൊക്കെ വാങ്ങിച്ചോണ്ടുവന്നത് അനിത അറിയണ്ട. അവള് ബഹളം ഉണ്ടാക്കും. എന്താ ഇത്? അമ്മ പറയാ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് അനിതയ്ക്ക് ഇഷ്ടാവില്ല എന്ന്. കുറെ കൂടുന്നുണ്ട്. ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്തിനാ ഇതൊക്കെ? പിന്നെ ഒരു കുപ്പി ടോണിക്കും 2 കിലോ ആപ്പിൾ വാങ്ങിച്ചാന് എനിക്ക് അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു. ആ, ഇങ്ങനെ പോയ എഞ്ചിനീയറുടെ പ്ലാനും 2 നില വീടൊക്കെ അവിടെ കിടക്കും. അതൊക്കെ ശരിയാവുന്നേ. മോനെ ദാ കാപ്പി കുടിക്ക. അമ്മേ, റേഷൻ വാങ്ങിക്കണ്ടേ? കാശ് റേഷൻ കാർഡും തന്നാ ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാം. അത്ര തന്നെ. ഞാൻ വാങ്ങിച്ചു മോനെ. കാശ് തന്നാൽ വല്ല മണ്ണെണ്ണയോ സോപ്പോ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലോ? ഒരു കാര്യം പറയാം, ഇവിടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും. അതെന്റെ ഒരു സന്തോഷവും അവകാശമൊക്കെയാണ്. അനിത ഇടപെടണ്ട. നടക്കണം. മോനെ വരുമ്പോ ഒരു നാണയും മംഗളവും കൂടെ വാങ്ങിച്ചോണ്ടേ. സ്നേഹപ്രതിജ്ഞ എവിടം വരെ ആയോ എന്തോ. എനിക്ക് ഇത്ര കഞ്ഞി വേണ്ട. നീ കുറച്ച് വെച്ചിട്ട് ബാക്കിയുണ്ടോ? അത് പറ്റില്ല. ഇനി ആരുമില്ല ഇവിടെ കഞ്ഞി കുടിക്കാൻ. ബാലേട്ട് ഈയിടെയായിട്ട് വിശപ്പൊക്കെ അരി ഭക്ഷണം ശരീരത്തിന് നല്ലതല്ല. നിന്നെ ഇവിടെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോടാ ബാലോ ബാല. അത് പിന്നെ മുത്തശ്ശി, ആശാരിമാരെ കിട്ടാനില്ല. വീട് പണി തുടങ്ങട്ടെ. ഞാനപ്പോ അതിനു വേണ്ടി ഇങ്ങനെ. അതിന് ലോണ് കിട്ടിയോ? ലോണിപ്പോ ശരിയാവുമല്ലോ.
അപ്പൊ ആശാരിമാരെ നമ്മൾ നേരത്തെ സൗകര്യപ്പെടുത്തി വെക്കുകയാണെങ്കിൽ അതാ. ദിവ്യം ഇനിയും പഠിക്കുന്ന സ്കൂളില് ഏതാ ആശാരി ഉള്ളത്? ആശാരിയ സ്കൂളില് അതിനവിടെ കെട്ടിടം പണിയൊന്നും നടക്കുന്നില്ലല്ലോ. അല്ല, രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അവിടെ പോകുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു വല്ല ആശാരിമാരെയും. സ്കൂളില് ആശാരി ബാലേട്ടിന് എന്തെങ്കിലും അസുഖമുണ്ടോ? ദൈവം സഹായിച്ച് ഇപ്പൊ ഒന്നുമില്ല. പോക്കറ്റ് മരുന്ന് വാങ്ങിച്ചതിന്റെ സ്ലിപ്പ് കണ്ടു. എന്റെ പോക്കറ്റില്ല. ഏയ്, എന്റെ പോക്കറ്റിലായിരിക്കൂല. എന്താ ബാലഗോപാല നിനക്ക് അസുഖം? ഒരു അസുഖമില്ല മുത്തശ്ശി. നുണ പറയരുത്. ചുമ്മാതല്ല നിനക്ക് കഞ്ഞിയും ചോറും വേണ്ടാത്തത്. എന്താണ് അതിന്റെ അസുഖം? എന്റെ മുത്തശ്ശി ഒന്നും പറയണ്ട. തറവാട് വക സ്ഥലത്ത് സർപ്പക്കാവ് കെട്ടി ഒരു തിരി കൊളുത്താൻ എത്ര കാലമായി പറയുന്നു. ആര് കേക്കാൻ? നാഗദൈവങ്ങളെ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. നാളെ തിരുവങ്കര ശിവക്ഷേത്രത്തിൽ എവനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിച്ചേക്കാം. അയ്യോ മുത്തശ്ശി വേണ്ട. എടാ, ദൈവകാര്യങ്ങൾ വേണ്ടെന്ന് പറയരുത്. നാളെ ശയനപ്രദക്ഷിണം ചെയ്യാതെ നിന്നെ ഞാൻ വിടുകയല്ല. ശിവശംഭോ ശംഭോ ശിവശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ. മോനെ, എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ, എന്റെ അനിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ.